ഞാൻ കോഴിക്കോട്ടേക്ക് കൂടി പോവുകയാണ്. കോഴിക്കോട് നിന്ന് മലബാറിലെ മഴയുടെ വിവരങ്ങൾ നൽകാനായി. കാരണം മലബാറിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വടക്കൻ മേഖലയിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പാണല്ലോ ഉള്ളത്. ചേതൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മലബാറിലെ മഴയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നേരത്തെ ചേതൻ സംസാരിക്കുമ്പോൾ അവിടെ നല്ല മഴയുണ്ടായിരുന്നു. ചേതൻ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ മലബാറിലാണ് മഴ ശക്തിപ്പെടുന്നത് എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. മനു, ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. തീവ്രത കുറഞ്ഞ മഴയാണ്. ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പൊക്കെയുണ്ട്. തീരപ്രദേശത്തും അതുപോലെ തന്നെ മലയോര മേഖലയിലുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ കാര്യമായ മഴക്കെടുതികളൊന്നും നിലവിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ജില്ലയിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നദികളിലും അതുപോലെ തന്നെ മറ്റ് ജലാശയങ്ങളിലും കുളിക്കാനൊക്കെ ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കുക. പെട്ടെന്നൊക്കെ അടിയൊഴുക്കുണ്ടാവാനുള്ള ഒരു സാധ്യത, എപ്പോഴാണ് മഴ ശക്തി പ്രാപിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പെട്ടെന്ന് മഴ ശക്തി പ്രാപിച്ചാൽ ഈ പുഴകളിലൊക്കെ അടിയൊഴുക്കൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. സ്വാഭാവികമായും അപകടം ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മനു, ശരി, ഏതായാലും ശക്തമായ മഴ പെയ്യുന്നു. ചേതൻ പറഞ്ഞതുപോലെ ഈ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക. ജലാശയങ്ങളിലേക്കൊന്നും ഈ സമയത്ത് ഇറങ്ങണ്ട. മഴ കഴിഞ്ഞിട്ട് നമുക്ക് കുളിയും തേവാരവും ഒക്കെ നടത്താം. ഈ തോട്ടിലും പുഴയിലും ഒക്കെ ഇറങ്ങി തൽക്കാലത്തേക്ക് ആരും ജലാശയങ്ങളിലേക്കൊന്നും ഇറങ്ങാൻ നിൽക്കേണ്ട. നമുക്കറിയില്ല അടിയൊഴുക്കൊക്കെ എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. ഈ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. നമുക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും സുരക്ഷിതമായി അതിജീവിക്കാൻ കഴിയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സങ്കടങ്ങൾ നമ്മുടെ മുന്നിൽ മഴയുമൊക്കെയായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.